നമസ്കാരം. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ആവേശത്തുടക്കത്തിൽ സെൻസെക്സ് 73,000 പോയിന്റും നിഫ്റ്റി 22,000 പോയിന്റും മറികടന്നു. നിഫ്റ്റി 21,000-ൽ നിന്ന് 22,000-ലെത്തിയത് 25 വ്യാപാര ദിനങ്ങൾ കൊണ്ട്. മെച്ചപ്പെട്ട പാദഫലം വന്നതിനെ തുടർന്ന് വിപ്രോ ഓഹരികൾ 52 ആഴ്ചത്തെ ഉയർന്ന നിരക്കിൽ IPOയുമായി മെഡിഅസിസ്റ്റ് ഹെൽത്ത് കെയർ. ഡോളറിനെതിരെ രൂപയും നേട്ടത്തിൽ. രാജ്യത്ത് മൊത്തവിലക്കയറ്റം കൂടി. ഡിസംബറിൽ രേഖപ്പെടുത്തിയത് 0.73% വർധന. യന്ത്രസാമഗ്രികൾ, ഉപകരണങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ, ഗതാഗത ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും വില കൂടിയെന്ന് വാണിജ്യ മന്ത്രാലയം. വരുന്ന വർഷം തൊഴിൽ വിപണി പ്രതിസന്ധി നേരിടുമെന്ന IMF മേധാവി ക്രിസ്റ്റലീന ജോർജീവ. AI-യുടെ കടന്നുവരവ് ആഗോളതലത്തിൽ 40% തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമെന്ന് പ്രവചനം. വികസിത രാജ്യങ്ങളിൽ AI മൂലമുള്ള തൊഴിൽ നഷ്ടം 60% വരെയാകുമെന്ന് മുന്നറിയിപ്പ്. കോവിഡാനന്തര കടം പരിഹരിക്കൽ ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾക്ക് വെല്ലുവിളിയാകുമെന്നും ക്രിസ്റ്റലീന ജോർജീവ. രാജ്യത്ത് ഗോതമ്പ് ഇറക്കുമതി ചെയ്യേണ്ടി വരില്ലെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഗോതമ്പ് കർഷകർ ബമ്പർ വിളവെടുപ്പിന് തയ്യാറെടുക്കുകയാണെന്ന് മന്ത്രി. ഈ വർഷം പ്രതീക്ഷിക്കുന്നത് 114 ദശലക്ഷം മെട്രിക് ടണ്ണിന്റെ ഉൽപാദനമെന്നും പീയൂഷ് ഗോയൽ. ഗോതമ്പിനും അരിക്കും പഞ്ചസാരയ്ക്കുമുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ ഇന്ത്യ തുടരുമെന്ന് വാണിജ്യമന്ത്രി. അയോധ്യ ആഗോള നിക്ഷേപ കേന്ദ്രമായി മാറുമെന്ന റിപ്പോർട്ട്. 75,000 കോടിയുടെ നിക്ഷേപവുമായി ബ്രിട്ടീഷ് കമ്പനി ട്രാഫൽഗർ സ്ക്വയർ ക്യാപിറ്റൽ നടത്തിയത് രാജ്യത്തെ ഒരു ജില്ലയിലെ എക്കാലത്തെയും വലിയ നിക്ഷേപം. നിക്ഷേപത്തിനൊരുങ്ങി ജർമ്മനിയുടെ യൂണിക്കോൺ എനർജി അടക്കമുള്ള കമ്പനികൾ. കേരളത്തിലും സാമ്പത്തിക ലോകത്ത് നല്ല വാർത്തയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലും പുതുവൈപ്പിലും 3 വമ്പൻ പദ്ധതികളാണ് മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. പ്രധാനമന്ത്രി അതിനായി കേരളത്തിലെത്തും. 4,000 കോടി ചെലവുള്ള പദ്ധതികളാണിത്. ഇതോടൊപ്പം തന്നെ 2ാം വിമാനവാഹിനി കപ്പലിന്റെ ഓർഡർ കൊച്ചിൻ ഷിപ്പ്യാർഡിന് നൽകിയേക്കും. അത്തരമൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയേക്കും എന്നൊരു സൂചന കൂടിയുണ്ട്. അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയ്ക്കാണ് ഈ 2 വമ്പൻ പദ്ധതികൾ. IOCയുടെ മറ്റൊരു പദ്ധതിയുണ്ട്. 5,000 പേർക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും തൊഴിൽ നൽകും ഈ പദ്ധതികളെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ സിഇഒമാരുടെ ഒരു സർവേ നടത്തിയിരുന്നു. 50ഓളം സിഇഒമാരുടെ സർവേയിൽ 32% ഇന്ത്യയുടെ ഒരു കരുത്തിൽ, സാമ്പത്തിക പ്രതിരോധ ശേഷിയിൽ അവരുടെ വിശ്വാസം അറിയിക്കുകയുണ്ടായി. അത് 28% മാത്രമാണ് അവിടെ ചുവപ്പുനാടയുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇനി ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓഹരി വിപണി ഇന്ന് തിളക്കത്തിന്റെ ദിവസമായിരുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പോഴും 22,000 കടന്നാണ് വ്യാപാരം നടത്തുന്നത്. 159 പോയിന്റ് ഉയർന്ന് 22,054 വ്യാപാരം. വ്യാപാര തുടക്കത്തിൽ 22,053 ആയിരുന്നു. ഇന്ന് ഏറ്റവും ഹൈ വന്നിരിക്കുന്നത് 22,081. ബാങ്കിംഗ്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ തിളക്കത്തിലാണ്. ബാങ്കിംഗ് ഓഹരികൾ 397 പോയിന്റും ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ 357 പോയിന്റ് ഉയർന്നാണ് വ്യാപാരം നടക്കുന്നത്. ഇനി നമ്മൾ സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, സെൻസെക്സും 72,000 കടന്ന് 73,000 എന്ന് പറയുന്ന മാജിക്കൽ നമ്പറിലായിരുന്നു ഇന്നത്തെ ഓപ്പണിംഗ്. 589 പോയിന്റ് ഉയർന്ന് 73,161 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. അതും ഒരു നല്ല സംഖ്യ തന്നെയാണ്. ഇനി ഡോളർ രൂപ വ്യാപാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 82 രൂപ 88 പൈസയ്ക്കാണ് ഡോളർ രൂപ വ്യാപാരം നടത്തുന്നത്. ഇന്ന് രാവിലെ 12 പൈസയുടെ നേട്ടമാണ് രൂപയുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഡോളറിനെതിരായ ഇന്ത്യയുടെ ഒരു കരുത്ത് കൂടുന്നു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ശേഷി മെച്ചപ്പെടുന്നു എന്നതിൻ്റെ ഒരു സൂചകമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മുടെ പ്രത്യേക അതിഥിയുണ്ട്. DBFSന്റെ ഡയറക്ടർ ശ്രീ KV സാമുവലാണ്. ശ്രീ KV സാമുവൽ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് തന്നെ പറയാം. ഓഹരി വിപണിയിൽ ഈ 73,000 പോയിന്റ് സെൻസെക്സ് കടക്കുന്നത് ചുരുങ്ങിയ ദിവസങ്ങളിലാണ്. ഡിസംബർ 27-നാണ് 72,000 കടന്നത്. അതേപോലെ തന്നെ 25 വ്യാപാര ദിനങ്ങളിലാണ് 21,000-ൽ നിന്ന് 22,000-ലേക്കുള്ള നിഫ്റ്റിയുടെ ഒരു ട്രാവൽ. ഇതിനിടെ ഈ വിലക്കയറ്റത്തിൻ്റെതായിട്ടുള്ള ഡേറ്റയൊക്കെ വരുന്നുണ്ട്. വിലക്കയറ്റം സ്വല്പം ആശങ്കാജനകമാണ്. എന്നിരുന്നാലും ഈ IT മേഖലയുടെ ചുവട് പിടിച്ച് വിപണികൾ ഇങ്ങനെ ഉയർന്നു പോകുന്നു. പക്ഷേ ഇവിടെ ഒരു കറക്ഷനുള്ളൊരു സാധ്യതയുണ്ടോ? രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് റെക്കോർഡ് കടന്നിരുന്നു. വിവിധ കാരണങ്ങൾ ഈ റെക്കോർഡ് കടക്കുന്നതിന് പിന്നിലുണ്ട്. ഒന്നാമത്തെ കാരണം IT മേഖലയിൽ ഉണ്ടായ ഉണർവാണ്. കഴിഞ്ഞ ആഴ്ച TCSന്റെയും ഇൻഫോസിസിന്റെയും ഒക്കെ ഫലം വന്നിരുന്നു. അതൊക്കെ മെച്ചപ്പെട്ട ഫലങ്ങളായിരുന്നു. ഇപ്പോൾ വിപ്രോയുടെ ഫലം വന്നു. വിപ്രോയുടെ ഓഹരികൾ 52 ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് മാറി. അപ്പോൾ ഈ IT മേഖലയുടെ ഒരു തിളക്കത്തിന്റെ ചുവട് പിടിച്ച് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണികളും റെക്കോർഡ് കടന്നു.
ശ്രീ കെ വി സാമുവൽ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ കെ വി സാമുവൽ, ചുരുങ്ങിയ കാലത്തിൽ 73,000-ഉം 22,000-ഉം IT മേഖലയിലെ ഒരു ഉണർവ് എങ്ങനെ വിലയിരുത്തുന്നു? ഒരു കറക്ഷനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത ഒരു ദിവസമാണ്. മാർക്കറ്റിൽ ഒരു പ്രത്യേക ഉണർവ് നമ്മൾ ഈ ഓപ്പണിംഗ് ഡേയിൽ തന്നെ കണ്ടു, ഈ ആഴ്ചത്തെ ഓപ്പണിംഗ് ഡേയിൽ തന്നെ കണ്ടു. അത് തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വരുന്ന ദിവസങ്ങളിൽ കറക്ഷന് ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. എങ്കിലും പൊതുവെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് വിപ്രോ, ONGC, HCL ടെക്. ടോപ്പ് ലൂസേഴ്സ് HDFC ലൈഫ്, ബജാജ് ഫൈനാൻസ് ആൻഡ് ടാറ്റ കൺസ്യൂമർ. മാർക്കറ്റ് ക്ലോസിങ്ങിലും ഏകദേശം ഈ ലെവലിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടുതൽ നമുക്ക് 4:45 അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു. അതെ, എന്തായാലും ഓഹരി വിപണികൾ നേട്ടത്തിലാണ്. ആ കുതിപ്പ് തുടരട്ടെ. ഇത് സൂചിപ്പിക്കുന്നത് രാജ്യത്തെ കമ്പനികളൊക്കെ ഒരു ആരോഗ്യത്തിലാണ് എന്നതാണ്. അത് തീർച്ചയായും സാധാരണക്കാരൻ്റെ സാമ്പത്തിക ശേഷിയിലും ഈ തൊഴിൽ സൃഷ്ടിയിലൂടെയൊക്കെ അത് വലിയ തോതിൽ സാധാരണക്കാരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. മാർക്കറ്റ് വ്യൂവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വൈകുന്നേരം 4:45 കാണാം. നമസ്കാരം.